ഗോവിന്ദ മാസ്റ്റർക്ക് കണ്ണ് ശരിക്ക് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ ആ ചാനലുകളിലും പത്രങ്ങളിലും വന്ന വാർത്തകൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം പാർട്ടിക്കാരൊക്കെ സ്ഥലം വിട്ടു. പിന്നെ അവിടെ ശൂന്യമായിരുന്നു. അവിടെ കസേരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു പരിപൂർണ പരാജയമായിരുന്നു. ആളുകളില്ലായിരുന്നു. ഭക്തന്മാർ 51 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്നാണ് പറഞ്ഞത്. ഏത് രാജ്യത്തു നിന്ന് ആൾ വന്നേ? അതുപോലെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ വരുമെന്ന് പറഞ്ഞു. എത്ര പേരാ വന്നേ? കള്ളക്കണക്ക് എഴുതി വെക്കരുത്. ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന അയ്യപ്പന്മാരുടെ എല്ലാം പേരെഴുതി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അതൊന്നും ശരിയായ നടപടിയല്ല. ആഗോള സംഗമം ഭക്തന്മാർ തന്നെ പൂർണ്ണമായി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഒരാത്മാർത്ഥതയുമില്ലാതെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് ആയിട്ട് മാത്രമേ ഇതിനെ ജനങ്ങൾ കാണൂ. ഇപ്പം കോൺക്ലേവ് നടക്കുകയാണല്ലോ രാജ്യം മുഴുവൻ. ഇപ്പം ഇനി ഭരണത്തിന് ഏതാണ്ട് 7 മാസമേ ഉള്ളൂ. ഈ കോൺക്ലേവ് നടത്തിയിട്ട് എന്ത് നടപ്പാക്കാനാണ്? അപ്പം ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. അയ്യപ്പന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കലിയുഗവരതനായ അയ്യപ്പൻ്റെ എതിർപ്പം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് എത്രമാത്രം ഒരുക്കങ്ങൾ വേണമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ തട്ടിക്കൂട്ടിയ ഒരു സംഗമമാണ് ഇവിടെ കണ്ടത്. അതാണ് അത്. മാധ്യമങ്ങളെ പഠിക്കേണ്ട കാര്യമുണ്ടോ? മുഖം നന്നാവാത്തതിന് കണ്ണാടി തല്ലിപ്പൊടിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗോവിന്ദ മാസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു 3 കാര്യങ്ങളിൽ ഗവൺമെൻറ് തീരുമാനമെടുത്ത് പറയണമെന്ന്. ഒന്ന്, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നു UDFന്റെ നിലപാട്. അതനുസരിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. അത് തിരുത്തിയത് LDF ഗവൺമെൻറ്റാണ്. ആ തിരുത്തിയ അഫിഡവിറ്റ് പിൻവലിക്കുമോ? അതോടൊപ്പം തന്നെ നാമജപ ഘോഷയാത്ര പങ്കെടുത്ത ആളുകളുടെ പേര് ചുമത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പേര് ചുമത്തിയിരിക്കുന്ന കേസുകൾ പിൻവലിക്കുമോ? എൻ്റെ ഉമ്മൻചാണ്ടിയുടെ പേര് കേസുണ്ടായിരുന്നു. കോടതി തന്നെ തള്ളിക്കളഞ്ഞ അവസാനം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ 4 കിലോ സ്വർണം കാണാനില്ല. ആദ്യം അതിനല്ലേ മറുപടി പറയേണ്ടത്. ഈ സ്വർണം എവിടെ പോയി? ഹൈക്കോടതിയുടെ അനുവാദം പോലും ഇല്ലാതെ ഈ സ്വർണം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കൊണ്ടുപോയ സ്വർണത്തിൽ 4 കിലോ സ്വർണം കാണാനില്ല. ആരാണ് ഈ ഉത്തരവാദി? അപ്പം ഇതെല്ലാം മറുപടി പറയേണ്ട കാര്യങ്ങൾ. ഇതൊന്നും മറുപടി പറയുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഭക്തന്മാർക്കുണ്ടായത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. 9.5 വർഷം കേരളം ഭരിച്ചിട്ടും ശബരിമലയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും മാത്രമാണ് ഈ മുഖ്യമന്ത്രിയും ഗവൺമെൻറ് ശ്രമിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് ഈ തട്ടിക്കൂട്ട് സംഗമം നടത്തിയത്. അതാണ് ഇത് പൊളിഞ്ഞു പോയത്. ആളുകളില്ലായിരുന്നു എന്നത് നിങ്ങൾ കണ്ടതല്ലേ, എല്ലാവരും കണ്ടതല്ലേ. അവിടെ പത്രലേഖകരുണ്ടായിരുന്നല്ലോ, അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന കാണിക്കുകയാണോ? ഇതാരെ പറ്റിക്കാനാണ് ഗോവിന്ദ മാഷ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്? അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്.